Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് മിനി ഇൻവെർട്ടർ ഉണ്ടാക്കാനായിട്ട്. ഒരു ചെറിയ ഇൻവെർട്ടർ നമുക്ക് അധികം കാര്യങ്ങൾക്കൊന്നും പറ്റില്ല, എന്നാലും നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ട് ബൾബ് നമുക്ക് രണ്ട് CFL അല്ലെങ്കിൽ LED ബൾബ്സൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കറണ്ട് ഇല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയൊരു മിനി ഇൻവെർട്ടറാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനധികം ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇൻവെർട്ടർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ട്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടാൻ പോയാലോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് ഷീറ്റ് വേണം. അതിൽ നമുക്ക് ഇതുപോലുള്ള ഫ്ലഗും സ്വിച്ചും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിത് മാർക്ക് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മളൊക്കെ വീഡിയോയിൽ പെട്ടെന്ന് കാണിക്കുന്നത് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഓരോന്നായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഫ്ലഗ് എടുത്തു, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്ക്രൂ നല്ലൊരു ഹോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലൂടെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സ്ക്രൂ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അത് നമ്മൾ ഇട്ടാണ്ട് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു ഞെട്ട് ഇട്ടാണ്ട് ഒന്ന് ടൈറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് സ്ക്രൂവും അതുപോലെ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഞെട്ട് ഉണ്ടാവും. ആ ഒരു ഞെട്ടും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബലത്തിനായിട്ട് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ടൈറ്റ് ആയിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാ സ്വിച്ചസും നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് ഹോളുണ്ട് സെൻട്രലായിട്ട്. ഇത് നമുക്ക് USB ഫീമെയിൽ പോർട്ട് വെക്കാനായിട്ടാണ്. നമുക്ക് ചാർജിങ്ങിൻ്റെ നമുക്ക് മൊബൈൽ ചാർജിങ്ങിൻ്റെ ഒരു സിസ്റ്റം വെക്കാനായിട്ടാണ് നമ്മളത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഗ്ലൂ ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതും ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് രണ്ടെണ്ണം. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തായിട്ട് ഇതുപോലെ റെഡും ബ്ലാക്കും വയർ വേണം. നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു രണ്ട് USB പോർട്ടിൻ്റെയും നമ്മൾ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇത് രണ്ടും ഒരേ കണക്ഷനിൽ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു രണ്ട് ഫീമെയിൽ പോർട്ടിൻ്റെയും നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ കണക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നെഗറ്റീവും ഒരു സൈഡിലായിട്ട് പോസിറ്റീവും ആ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, വലത്തേ സൈഡിൽ പോസിറ്റീവ്, ഇടത്തെ സൈഡിൽ നെഗറ്റീവ്. ഇനി അടുത്തായിട്ട് ഇതുപോലെ ചാർജർ വേണം. ആ ഒരു ചാർജർ നമുക്ക് പൊളിച്ചതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഇതുപോലെ ഒരു ബോർഡ് ഉണ്ടാവും. ആ ഒരു ബോർഡ് മാത്രം മതി നമുക്ക്. എന്നിട്ട് നമുക്ക് അത് ഇതിലോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു രണ്ടും നമുക്ക് തമ്മിൽ കണക്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു റെഡും ബ്ലാക്കും വയറും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ കണക്ട് ചെയ്തെടുക്കുക. ഞാൻ സൈഡിലായിട്ട് ചെറിയൊരു ഫോട്ടോ കൊടുക്കാം, അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. നിങ്ങൾക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കാണ്. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡ്. വേണ്ടവർക്ക് അവിടെ നിന്ന് ആ ഒരു സർക്യൂട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ടായിരിക്കും. നമുക്ക് ആ ഒരു ബോർഡിൽ നിന്ന് ആ ഒരു രണ്ട് വയറും നമ്മൾ റിമൂവ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു ഫീമെയിൽ ബോർഡിൻ്റെ ഒരു രണ്ട് വയർ നമുക്ക് ഇതിൽ കണക്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പോസിറ്റീവും നെഗറ്റീവും അതിൽ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു ചാർജിങ്ങിൻ്റെ ബോർഡിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അതിൽ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ കണക്ട് ചെയ്തെടുത്താൽ മതി. ഷോൾഡറിങ് വേണം. നമ്മളതുപോലെ സെറ്റായി കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലഗ് 3 പിൻ ഫ്ലഗിൽ നമുക്ക് ഈ ഒരു ഫ്ലഗിൻ്റെ ഈ ഒരു സൈഡിലായിട്ടുള്ള ഒരു സ്ക്രൂ നമുക്കൊന്ന് അയച്ചതിന് ശേഷം അതിൽ നമുക്കൊരു വയർ കണക്ട് ചെയ്തെടുക്കണം. നമ്മൾ അതിൻ്റെ അകത്തോട്ട് വെക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഞാൻ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നമ്മളതുപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് താഴ്ഭാഗത്തുള്ള ഒരു ഫ്ലഗിലോട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിൻ്റെ നേരെ താഴ്ഭാഗത്തുള്ള ആ ഒരു ഫ്ലഗിലോട്ട് നമ്മൾ ആ ഒരു വയർ അതേ ഒരു പൊസിഷനിലായിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒക്കെ എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലാവും. ചിലപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നാളെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞായിരിക്കും നമ്മൾ ആ ഒരു ഡയഗ്രാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു ബോർഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. ആ ഒരു വയർ ഫ്ലഗിൽ നിന്ന് രണ്ട് ഫ്ലഗിൻ്റെയും ഓരോ പൊസിഷനും നമ്മൾ കണക്ട് ചെയ്തു. ആ ഒരു വയർ നമ്മൾ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഒരു AC 2 ഇന്നുണ്ടാവും. ആ 2 ഇന്നിൽ ഏതെങ്കിലും ഒരു ഇന്നിലോട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലൊരു വയർ
ഇവിടെ ആയിട്ട് ഈ ഒരു സ്വിച്ചിലോട്ട്, ഇതിൻ്റെ മെയിൻ സ്വിച്ചിലോട്ട് നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഏറ്റവും മുകളിലായിട്ടുള്ളൊരു സ്വിച്ച് അതിലോട്ടും കണക്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഈ ഒരു വയർ നമുക്ക് കുറച്ചൊരു ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ജോയിൻ്റാണ് നമ്മൾ അവിടെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അടിയിലുള്ള ആ ഒരു സ്വിച്ചിലോട്ടും കൂടി കണക്ഷൻ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ആ ഒരു സ്വിച്ച്. ഇപ്പോൾ നമ്മുടെ രണ്ട് സ്വിച്ചും തമ്മിൽ കണക്റ്റായി. എന്നിട്ട് ആ ഒരു ബാക്കി വരുന്ന ഒരു വയറും കൂടി ഉണ്ടാവും. ആ ഒരു കണക്ട് ചെയ്ത വയർ അത് നമുക്ക് അതിൻ്റെ അടിയിലുള്ള ഒരു സ്വിച്ചിലോട്ടാണ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ടോട്ടലായിട്ട് 3 സ്വിച്ചസാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതാ ഇതുപോലെ 3ാമത്തെ സ്വിച്ചിലോട്ടും അതൊന്ന് കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സെറ്റായി കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശമൊക്കെ മനസ്സിലാവും. നമുക്ക് ഇനി അടുത്തായിട്ട് മുകളിലുള്ളൊരു സ്വിച്ചിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലഗിലോട്ട് നമുക്കൊരു കണക്ഷൻ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ചെറിയൊരു വയർ പീസ് എടുത്തു. ആ ഒരു സ്വിച്ചിൻ്റെ ഒരു ഒഴിഞ്ഞടക്കുന്ന ഒരു ലീഡിലായിട്ട് നമ്മൾ ആ ഒരു വയർ കണക്ട് ചെയ്തു. എന്നിട്ട് ആ ഒരു വയറിൻ്റെ മറ്റേ ഭാഗം നമ്മൾ ഈ ഒരു ഫ്ലഗിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തുള്ള ഒരു ഫ്ലഗിലും അതുപോലെ തന്നെ ചെയ്യുക. 2ാമത്തെ സ്വിച്ചും ഫ്ലഗും ഉണ്ട് അടിഭാഗത്ത്, അതിലും അതുപോലെ തന്നെ ചെയ്യുക. സ്വിച്ചിൻ്റെ ഒഴിഞ്ഞടക്കുന്ന ലീഡിൽ നിന്ന് മറ്റേ ഫ്ലഗിൻ്റെ ഒഴിഞ്ഞടക്കുന്ന ലീഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഇത് ഉണ്ടാവും. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വയറും കൂടി വേണം. എന്നിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത ഒരു സംഭവം നമ്മളിതൊന്ന് അഴിച്ചു കൊടുക്കുക. അഴിച്ചതിന് ശേഷം അത് നമുക്ക് ഒന്ന് ലെങ്തി ആക്കിയതിന് ശേഷം, കുറച്ച് ലെങ്ത്ത് കിട്ടാനാണ് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ചാർജിങ്ങിൻ്റെ ആ ഒരു ബോർഡിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. മൊബൈൽ ചാർജിങ്ങിൻ്റെ ഇതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്തു, ആ സ്വിച്ചിലോട്ട് തന്നെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഇത് ബാക്കിയുള്ള വരുന്ന ഭാഗത്തേക്ക്, അതായത് AC 2 ഇന്നുണ്ടാവും, കറണ്ടിൽ നിന്ന് വരുന്ന 2 ഇന്നുണ്ടാവും. അതിൽ 2ാമത്തെ ഇന്നിലോട്ട് നമുക്ക് ഷോൾഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഷോൾഡർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അത് അവിടെ നിന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആ ഒരു കാർഡ്ബോർഡിൽ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്ത് സെറ്റാക്കി. ഇനി നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്വിച്ചിലോട്ട് കണക്ട് ചെയ്ത്, മെയിൻ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തതിൽ നമുക്ക് ആ ഒരു വയർ നമുക്ക് അവിടെ കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഇത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. നമുക്ക് രണ്ടും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുമ്പോൾ വീഡിയോയും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഇതും ശ്രദ്ധിക്കേണ്ട ചെറിയ പ്രശ്നം വരുമ്പോൾ പറ്റിയതാണ്. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അത് നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നേരെ സ്വിച്ചിൽ നിന്ന് ഊരിയതിന് ശേഷം അവിടെ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇതിൻ്റെ ലിങ്ക് ഞാൻ കഴിയുകയാണെങ്കിൽ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ നിന്ന് വരുന്ന വയേഴ്സ് എത്രണ്ണമെന്ന് നോക്കാം നമുക്ക്. പിന്നെ അടുത്തായിട്ട് വേണ്ടത് ഇതുപോലെ വയർ വേണം. ഒരു ഫ്ലഗിൽ കണക്ട് ചെയ്യാനുള്ള ഒരു വയറും അതുപോലെ തന്നെ ഇതുപോലെ 2 വയറും. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ആയിട്ട് ഒരു സെറ്റ് വയർ കാണാൻ സാധിക്കും. അതിൽ 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടോ 3 വയേഴ്സ് ഉണ്ട് ഇതിൽ. ഇതാണ് ഇതിൻ്റെ മെയിൻ വയേഴ്സ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു യെല്ലോ വയർ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു AC നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു വയറാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്ലഗിലോട്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളത് ആ ഒരു യെല്ലോ വയറുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തു. എന്നിട്ട് അതുപോലെ തന്നെ മറ്റേതും നമുക്ക് കണക്ട് ചെയ്തെടുക്കണം. നമുക്കിതിന് ഗ്രീനാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. 2 സൈഡിലുള്ളത്, അതായത് ഈ 3 വയേഴ്സിൽ 2 അറ്റത്തുള്ള വയേഴ്സ് നമ്മൾ ഈ ഒരു ചാർജിങ്ങിനായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ആ ഒരു ഇന്നിലേക്ക്, AC ഇന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ കണക്ട് ചെയ്തെടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു, ഇപ്പോൾ നമ്മളിത് ഇവിടെ ഇട്ടു, യെല്ലോ നമ്മൾ കണക്ട് ചെയ്യല്ലേ, ഒരു സൈഡിലായിട്ട് വരുന്നത് ഈ യെല്ലോ വയർ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്ലഗിലോട്ട് നേരിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ 2 ഫ്ലഗും തമ്മിൽ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു ചാർജിങ്ങിൻ്റെ ഇതിലോട്ട് കൊടുത്ത ഒരു സംഭവം കൂടി തമ്മിൽ കണക്ട് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ഒരു യെല്ലോ വയറും വരുന്ന ചാർജിങ്ങിൽ നിന്ന് വരുന്ന ഒരു ഇതും നമുക്ക് കണക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളതുപോലെ തന്നെ അത് കണക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സെറ്റായി കണക്ട് ചെയ്തു. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മേലെ ചുറ്റി കൊടുത്തതിൻ്റെ കാരണം ഇതാണ്. നമുക്ക് അതിൻ്റെ അകത്തോട് നമുക്ക് ഈ ഒരു വയർ വെക്കാനായിട്ടാണ് നമ്മൾ നേരത്തെ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു വയർ ചുറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു 2 സ്വിച്ചും കണക്റ്റ് ആവുന്ന ഒരു വയർ എടുത്തതിന് ശേഷം അതൊന്ന് അയച്ചതിന് ശേഷം നമ്മൾ അതിലോട്ടാണ് ഈ ഒരു ബ്ലൂ വയർ, ഇതിൻ്റെ സെൻട്രലായിട്ട് വരുന്നൊരു വയർ നമ്മൾ അതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു 2 സ്വിച്ചും കണക്റ്റ് ആവുന്നൊരു ഭാഗത്തോട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കത് നേരെ അയച്ച് പോലെ തന്നെ നമുക്ക് ആ സ്വിച്ചിലോട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക.
ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. നിങ്ങൾക്ക് വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളതുപോലെ സെറ്റായി കണക്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു വയറാണ് നമുക്ക് ആകെ ബാക്കി വരുന്നത്. അത് നമ്മളിന്ന് ഇൻസുലേഷൻ ടാപ്പ് വെച്ചുകൊണ്ട് ഒട്ടിക്കുക. അത് നമുക്ക് അതുപോലെ കണക്റ്റാക്കി വെച്ചാൽ മാത്രം മതി, വേറെ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മളതുപോലെ സെറ്റായി കണക്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്തായിട്ട് ഈ ഒരു 2 വയേഴ്സ് ഇതിലുണ്ട്. ഇതിൻ്റെ മെയിൻ സ്വിച്ചിലോട്ട് കൊടുക്കാനുള്ള ഒരു വയറാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്വിച്ചിൽ നിന്ന് 2 പോയിൻറ്റ് മൊഴിഞ്ഞ് കിടക്കുകയാണ്. ആ 2 പോയിൻറ്റിലോട്ടാണ് ഈ ഒരു 2 വയേഴ്സും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. റെഡ് ബ്ലാക്കും വയർ 2 ലീഡിലോട്ടും അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ സ്വിച്ചിലോട്ട് കൊടുക്കേണ്ട വയർ. അപ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതുപോലെ അത് കണക്ട് ചെയ്ത് കൊടുത്തു. അത് ഇതിൻ്റെ മെയിൻ സ്വിച്ചാണ്. മെയിൻ സ്വിച്ചിലോട്ടാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ഇനി നിങ്ങൾ കണക്ഷൻ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഈ ഒരു 3 വയേഴ്സ് വരുന്നതിൽ നമുക്കൊരു വയർ നമുക്ക് നേരിട്ട് നമ്മൾ ഈ ഒരു ഫ്ലഗിൽ കണക്ട് ചെയ്യാനുള്ള ചാർജിങ്ങിനായിട്ടുള്ള ഒരു സംഭവത്തിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ ആ ഒരു ചാർജിങ്ങിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ വയർ നമ്മൾ ഇതുപോലെ യെല്ലോ വയറിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്ലഗിലോട്ടും കൂടി കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു ബ്ലൂ വയർ നമ്മൾ ഇതുപോലെ ഈ ഒരു 2 സ്വിച്ചും കണക്റ്റായി വരുന്ന ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു ബ്ലൂ വയർ കണക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് പിന്നെ ഈ 2 റെഡും ബ്ലാക്കും വയർ നമ്മൾ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തു. ഈ 2 വയർ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് വെച്ചാണ് നമുക്ക് ഇതൊരു ബോക്സ് ആക്കി എടുക്കണം. ഈ ഇൻവെർട്ടറിനെ നമുക്കൊരു ബോക്സ് ആക്കി എടുക്കണം. അതിന് ഇതുപോലെ കാർഡ്ബോർഡ് ഷീറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം ഇതുപോലെ ഒരു സെറ്റാക്കി ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോർഡ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ബോർഡ് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് മുകളിലായിട്ട് ഇതുപോലെയൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് ഭാഗം അടയ്ക്കാനുള്ളൊരു കാർഡ്ബോർഡിലായിട്ടാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം അവിടെയായിട്ട് നമ്മൾ ഈ ഒരു ബോർഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കാർഡ്ബോർഡിൽ നമ്മൾ കുറച്ച് പശയാക്കി എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു ബോർഡ് നമ്മൾ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചു. എന്നിട്ട് അത് വയേഴ്സും കാര്യങ്ങളൊക്കെ അകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അവിടെയും കൂടി ഗ്ലൂ ആക്കിയതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയിലോട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കണം. 12 വാൾട്ട് 7 ആംപിയറിൻ്റെ ബാറ്ററിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വയർ കുറച്ച് ലെങ്ത്ത് കുറവുള്ളതിനാൽ നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂട്ടി കൊടുക്കണം. അതിനായി നമുക്ക് പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കുറച്ച് ലെങ്ത്ത് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ റെഡ് വയറിലോട്ട് നമ്മളൊരു ബ്ലൂ വയറും അതുപോലെ തന്നെ ബ്ലാക്ക് വയറിലോട്ട് നമ്മളൊരു ബ്ലാക്ക് വയറും തന്നെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയിലോട്ട് ഇത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു റെഡും നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ഉള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. ഇതൊന്നും ആർക്കും തെറ്റാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബോക്സൊക്കെ അടച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു റെഡ് വയറും കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് 10 മണിക്കൂറിൽ കൂടുതലൊക്കെ ബാക്കപ്പ് കിട്ടും. ഏകദേശം ഒരു കണക്ക് വെച്ചാണ് നമുക്ക് ലൈറ്റ് യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് CFL-ഓ LED ബൾബ്സോ അതുപോലെ തന്നെ ചെറിയ ചെറിയ ടൂൾസൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി ഇതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചാണ്ട് നമുക്ക് അവിടെ നിന്ന് അടച്ചെടുക്കണം. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ചാർജ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു 5 മണിക്കൂറെങ്കിലും നമ്മൾ ചാർജ് ഇടണം. നമ്മൾ ഫസ്റ്റ് ടൈം ചാർജ് ചെയ്യുന്ന ടൈമിൽ. അല്ലെങ്കിൽ പിന്നെ ചാർജിങ് ആയി കഴിഞ്ഞാൽ ആ ഒരു അകത്ത് ഒരു LED ബാറ്ററി ആയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫ്ലഗൊക്കെ ഓൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു ഇൻഡിക്കേഷൻ നമ്മൾ കാണാനായിട്ട് ആ ഒരു സൈഡിൽ നമ്മളൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ സ്വിച്ച് ഓൺ ആണ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മളൊരു ചാർജിങ് കേബിൾ വെച്ചാണ് നമ്മൾ ചാർജ് ചെയ്ത് നോക്കണം ആദ്യം തന്നെ. എന്നിട്ട് ഫ്ലഗും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചാർജിങ്ങിനായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തു. ചാർജ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും മേലെ ചാർജിങ് ആ ഒരു ബാറ്ററി ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിത് ഫ്ലഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതും ചാർജിങ് തന്നെയാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു ഫ്ലഗിലോട്ട് നമ്മുടെ ചാർജർ കണക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാണ്. സ്വിച്ച് ഓൺ ചെയ്തു ഇതുപോലെ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം നമ്മുടെ ഈ ഇൻവെർട്ടറിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആ ഒരു സർക്യൂട്ട് ബോർഡ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ കഴിയുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലുള്ളൊരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിരുന്ന ബെല്ലൈക്കൺ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്വിച്ച് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതുകൊണ്ടാണ് നമ്മൾ സ്വിച്ചിലോട്ട് ആദ്യം കണക്ഷൻ കൊടുത്തത്. അത് നമ്മൾ വീഡിയോ തന്നെ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിലോട്ടും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റിലോട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് രണ്ടും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ചെറിയ ഫാൾട്ടൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കണ്ടൻറ്റോട് കൂടിയുള്ള ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.